ശരിയാത്തിന്റെ ഭാഷയിൽ ആലിം എന്ന് പറയണമെങ്കിൽ ഒരാൾ കിതാബ് ദർശനം ചെയ്തുകൊണ്ടോ ഖുർആൻ ഓതി അർത്ഥം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഹദീസുകൾ ഓതി അർത്ഥം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ വളരെ നല്ല നിലക്ക് അതിനെ വിവരിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾ നടത്തിയോണ്ടൊന്നും അവനെ പറ്റി ആലിം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാം മുസ്ലിം മൗലവിയും അല്ല എന്നൊക്കെ പറയും. ശരിയാത്തിന്റെ ഭാഷയിൽ ആലിം ആവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിൽ നിന്നും ഇൽമിനെ അനന്തരമാക്കി സമ്പാദിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള ഒരു അലാഖത്ത് ഒരു ശക്തമായ ബന്ധം അമ്പിയാക്കന്മാരുമായിട്ടുണ്ടാവണം. മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങൾ അവരുടെ ദർസിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി തങ്ങൾ, മഹാനാവുന്ന അബൂ യൂസുഫ് തങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഉമ്മ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പോയി എന്തെങ്കിലും അധ്വാനിച്ചു കൊടുത്താലും വീട്ടിലെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ മൂപ്പരെ രാവിലെ ഉമ്മ കൊണ്ടുപോയിട്ട് ആ കൂഫയിലുള്ള ഏതെങ്കിലും ഒരു കടയിൽ ഉണ്ടാക്കും ജോലി ചെയ്യാൻ വേണ്ടി. എന്നാൽ അബൂ യൂസുഫ് എന്നവർ അവിടെ നിന്ന് നേരെ ഓടി ഉമ്മ പോയതിന് ശേഷം അബൂ ഹനീഫ ഇമാമിൻ്റെ ദർസിൽ വരുന്നു. അബൂ ഹനീഫ ഇമാമിൻ്റെ ദർസിൽ വന്ന് പഠിച്ച് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ ചോദിക്കും, എടോ നീ അധ്വാനിച്ച പൈസ എവിടെയാണ്? അപ്പോൾ മൂപ്പര് പറയും, ഞാൻ അധ്വാനിച്ചിട്ടില്ല, ഞാൻ വേഗം അബൂ ഹനീഫ ഇമാമിൻ്റെ ദർസിൽ കിതാബാണ് പോയത്. അങ്ങനെ ദിവസങ്ങളോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ചെയ്യുന്നതിന് നേരെ എതിരുന്നു. നമ്മുടെ കുട്ടികളെ പള്ളിക്ക് ഉണ്ടാക്കിയാൽ കുട്ടികൾ നമ്മളെ കണ്ടുപിടിച്ച് നേരെ പോകല് അല്ലെങ്കിൽ ബാർപ്പിൻ്റെ പണിക്കോ അല്ലെങ്കിൽ സിമെന്റ് വായിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കല്ലിൽ കൊടുക്കാനോ. കാരണം കുട്ടികൾക്ക് രണ്ട് ആവശ്യമുള്ളൂ, ഒന്ന് വയറ് നടക്കാം, മറ്റൊന്ന് കയ്യിൽ ടെലിഫോൺ ഉണ്ടാവുക നടക്കാം. അതിന് വൈകുന്നേരം ഒന്നും പൈസ കൊടുക്കണം. അപ്പം ഉമ്മ പീടി കൊണ്ടാക്കിയിട്ടും ആ പീടികയിൽ ജോലി ചെയ്യാതെ അബൂ ഹനീഫ ഇമാമിൻ്റെ ദർസിൽ പോകണ പണിയായിരുന്നു മഹാനാവുന്ന അബൂ യൂസുഫ് എന്നവർ. അപ്പോൾ ഒരു ദിവസം മൂപ്പര് ഉമ്മ വളരെ ശുഭിതയായി കൊണ്ടിട്ട് അബൂ ഹനീഫ ഇമാമിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നു. പള്ളിയിൽ വന്ന് അബൂ ഹനീഫ ഇമാം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് എൻ്റെ മകനക്ക് പഠിപ്പിക്കുന്നത്? അപ്പോൾ അബൂ ഹനീഫ ഇമാമിന് മറുപടി പറഞ്ഞത് എന്താണ്? ഇനി വഴങ്ങി നോക്കൂ അക്കിൽ ഫാലൂദ ഫിസ്തന്റെ അണ്ണി കൂട്ടി ഫാലൂദ എന്ന് പറഞ്ഞൊരു ഭക്ഷണമുണ്ട്. അതും വലിയ വലിയ ആളുകൾ അവരെ കഴിക്കണം, അല്ലെങ്കിൽ അവർ വലിയ വലിയ ആളുകളെ സൽക്കരിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം എങ്ങനെ കഴിക്കാമെന്നാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ അബൂ യൂസുഫ് എന്നവരമ്മ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും നല്ല ഭ്രാന്താണ്, എൻ്റെ മകൾക്കും ഭ്രാന്താണെന്ന്. കാരണം ഇത് ഈ പഠിപ്പൊക്കെ പഠിച്ച് ഓൻ ഈ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിൽ എത്തുന്നില്ല നിങ്ങൾ പറയുന്നത്. നല്ല ഈ അവസ്ഥയിൽ എങ്ങനെ മുസ്ലിരായ ഓൻ ജാതി ഭക്ഷണമൊക്കെ കഴിക്കാൻ കഴിയുമോ? അങ്ങനെ മഹാനാവുന്ന അബൂ ഹനീഫ ഇമാമിൻ്റെ മരണത്തിന് ശേഷം കൂഫയിൽ അറിയപ്പെടുന്ന വലിയ മഹാനായിരുന്നു. വലിയ അത്രത്തോളം അബൂ ഹനീഫ ഇമാം തങ്ങൾ മദ്ഹബിനെ പറ്റി പറയുന്നത് ഇന്നഹു മദ്ഹബുൽ അഇമ്മത്തി സലാത്താണ്. മൂന്നാളുടെ മദ്ഹബാണ്. അത്രമാത്രം അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് മഹാനാവുന്ന അബൂ യൂസുഫ് എന്നവർ, മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി തങ്ങൾ. അവിടെ കൂഫന്റെ ചുറ്റുഭാഗത്തും പല സ്ഥലങ്ങളും കാവ്യാവാൻ വേണ്ടി അബൂ യൂസുഫ് എന്നവർ അന്നത്തെ ഭരണാധികാരി രാജശാസ്ത്രിക്ക് വലിയ ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് അവിടെ എത്തിയിട്ട് ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ കാവ്യാവണം. അന്ന് കാവ്യാവണം പറയുമ്പോൾ ആളുകൾ ഓടി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അന്നത്തെ പണ്ഡിതന്മാർക്ക് കാവ്യാവാൻ അവർ സമ്മതിക്കാറില്ല. അപ്പോൾ മുമ്പ് എനിക്ക് കാവ്യാവാനാവില്ല, അത് ഏറ്റവും വലിയ പ്രയാസപ്പെട്ടൊരു പണിയാണ്. ഞാനതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറയും മുമ്പിൽ അറിയാം. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു പിന്നെ നിർബന്ധിച്ചു. അപ്പോൾ അബൂ യൂസുഫ് എന്നവർക്ക് തോന്നി ഇത് ഞാനിത് ഏറ്റെടുത്തില്ലെങ്കിൽ അനർഹരുടെ കയ്യിലേക്കായിരിക്കും ഇത് പോകുക. അതുകൊണ്ട് മൂപ്പർ സമ്മതിച്ചു. അങ്ങനെയാണ് മസല ഏറ്റെടുക്കാൻ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ അനർഹരുടെ കയ്യിലേക്ക് പോകുന്നു കണ്ടാൽ നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ മഹാനാവുന്ന അബൂ യൂസുഫ് എന്നവർ ഇത് ഏറ്റെടുത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഈ രാജാവ് പറഞ്ഞു പോകാൻ പറ്റില്ല, ഞാനിവിടെ ഫാലൂദ എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയില്ല. അത് വലിയ വലിയ പണ്ഡിതന്മാർ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ രാജാക്കന്മാരെ സൽക്കരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, അത് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ അബൂ യൂസുഫ് എന്നവരെ കണ്ണിന്ന് ധാരാളം കണ്ണീർ വന്നു. കാരണം ഉസ്താദ് പറഞ്ഞല്ലോ ഇനി വള്ളി മുഹുവക്കിൽ ഫാലൂദ മുസ്ലിം. അപ്പോൾ മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ പൂർണ്ണമായി അവരുടെ ആജ്ഞകളും പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കിതാബ് ഓതി പഠിച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന ഗുണമാണ് മഹാനാവുന്ന അബൂ യൂസുഫ് തങ്ങൾക്ക് ലഭിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാരെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ പള്ളി ദർസിൻ്റെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ യഥാർത്ഥ ഒരു ദീനിൻ്റെ സ്വഭാവങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ പള്ളി ദർസ് വേണം, അല്ലെങ്കിൽ പള്ളി ദർസിൻ്റെ സ്വഭാവത്തിലുള്ളതായ സ്ഥാപനങ്ങളാണ്. അതായത് തഖ്വയിൽ അധിഷ്ഠിതമാവണം വിദ്യാഭ്യാസം. തഖ്വയിൽ അധിഷ്ഠിതമായി പഠിക്കണം, അപ്പോൾ ഇൽമ ഉണ്ടാവും. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നുബുവത്തിന്റെ നബിമാരെ അനന്തരമായി നൽകപ്പെട്ട ഒന്നാണ് ഇൽമ. അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരം ലഭിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കന്മാരിൽ നിന്നല്ല, ഒരു അനന്തരം നൽകുന്ന ഒരാളിൽ അനന്തരം നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ആ അനന്തരം ലഭിക്കപ്പെടാൻ ആവശ്യമാവുന്ന നിലക്കുള്ള ഒരു ബന്ധം ഈ മുവജിത്താവുന്ന വ്യക്തിയുമായി ഉണ്ടാവും. നമുക്ക് പാപ്പയാവണം, അല്ലെങ്കിൽ മകനാവണം, അതല്ലെങ്കിൽ ഭാര്യയാവണം, അല്ലെങ്കിൽ ഭർത്താവണം, അല്ലെങ്കിൽ ഉമ്മയാവണം, പെങ്ങന്മാർ, അങ്ങനെ ആ സഹോദരൻ. അപ്പം മറ്റുള്ളവർ തടയാത്ത രൂപത്തിൽ അവർക്കൊക്കെ അതിൻ്റെതായ അനന്തരാവകാശം അതിൻ്റെ ഓഹരി അനുസരിച്ച് ലഭിക്കപ്പെടും. എന്നതുപോലെ അമ്പിയാക്കന്മാർ അവരിവിടെ ഇൽമിനെയാണ് ഇവിടെ അവർ അനന്തരമായി വെച്ച് പോയത്. അവർ ഇവിടെ ഭൗതികമാവുന്നതായ ഒന്നിനും അവർ അനന്തരമാക്കി ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഫോവസ്വത്താണ് അവർ ഉപേക്ഷിച്ച് പോകുന്നത്. അത് മുസ്ലിം സ്വത്താണ്, അത് അവർ അന്തരവാസികൾക്ക് അന്തരമായി കൊണ്ട് ലഭിക്കപ്പെടാനുള്ളതുമല്ല. അപ്പം അമ്പിയാക്കന്മാരുടെ അന്തര സ്വത്താണ് എന്ന് അമ്പിയാക്കന്മാരുടെ വാരിത്യങ്ങളാണ് നമ്മൾ പണ്ഡിതന്മാരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആവണമെന്നെങ്കിൽ എന്ത് വേണം? അമ്പിയാക്കന്മാരുമായിട്ട് അനന്തരം സമ്പാദിക്കപ്പെടാൻ പറ്റിയതായ ബന്ധം ആലിമിക്കുണ്ടാവണം. അങ്ങനത്തെ ആലിമ യഥാർത്ഥ ആലിമാവും. ശരിയാത്തിന്റെ ഭാഷയിൽ ആലിം എന്ന് പറയണമെങ്കിൽ ഒരാൾ കിതാബ് ദർശനം ചെയ്തുകൊണ്ടോ ഖുർആൻ ഓതി അർത്ഥം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഹദീസുകൾ ഓതി അർത്ഥം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ വളരെ നല്ല നിലക്ക് അതിനെ വിവരിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾ നടത്തിയോണ്ടൊന്നും അവനെ പറ്റി ആലിം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാം മുസ്ലിം മൗലവിയും അല്ല എന്നൊക്കെ പറയും. ശരിയാത്തിന്റെ ഭാഷയിൽ ആലിം ആവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിൽ നിന്നും ഇൽമിനെ അനന്തരമാക്കി സമ്പാദിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള ഒരു അലാഖത്ത് ഒരു ശക്തമായ ബന്ധം അമ്പിയാക്കന്മാരുമായിട്ടുണ്ടാവണം. അതെങ്ങനെ ആ ബന്ധം സ്ഥാപിക്കാന്നുള്ളതാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ അന്തരമായി സമ്പാദിക്കാൻ കഴിയില്ല. നുബുവത്ത് അങ്ങനെയല്ല. നുബുവത്ത് എന്നുള്ളത് ആർക്കും നബിന്റെ ഒപ്പം കൂടിയിട്ട് മറ്റൊരു ആൾക്കും ചെയ്യാവുന്ന നുബുവത്ത് അത് ഹിബത്തും റബ്ബാനിയത്തും യഹബുഹായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി നൽകണ അല്ലാഹുവിന്റെ പ്രത്യേകമാവുന്ന ഒരു ബഹുമതിയാണ്.
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. അയാളുടെ കുടുംബം എങ്ങനെ ആവണം, അയാളുടെ വാപ്പമാർ ഇങ്ങനത്തെവരാവണം, ആ നബിയിലേക്ക് ചെന്ന് മുട്ടുന്ന ആ വാപ്പമാരുടെ ശൃംഖല അത് വിശുദ്ധമാവണം. അങ്ങനത്തെ കുടുംബത്തിൽ കൂടി മാത്രമേ അമ്പിയാക്കന്മാരുള്ളൂ. അപ്പോൾ ഒരാൾക്കോട് അധ്വാനിച്ചോട് നബിയാവാൻ കഴിയില്ല. വിലായത്ത് വലിയ ചിലപ്പോൾ അധ്വാനിച്ചാലും അധ്വാനം കഴിഞ്ഞൊക്കെ നബിയാവാൻ കഴിയും, വലിയാവാൻ കഴിയും. വിലായത്ത് അത് അധ്വാനം കൊണ്ടും കിട്ടും, അല്ലാതെ ഇപ്പോൾ മഹാനാവുന്ന മഹനീശകൾ തങ്ങൾ പ്രസവിക്കപ്പെടുന്നത് തന്നെ വിലായത്തോടു കൂടി. ചില ആളുകൾ പ്രസവിക്കപ്പെടുന്നത് വിലായത്തോടു കൂടിയേക്കോളും. മഹാനാവുന്ന മരുഭൂമിയിലെ കൊള്ളക്കാരൻ ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് മരുഭൂമിയിൽ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ആ സ്ത്രീന്റെ വീട്ടിൽ രാത്രി ഒന്ന് കയറി വ്യഭിചരിക്കണം എന്ന് മുമ്പ് തോന്നി. ആ വീട്ടിന്റെ മുകൾ കയറി ഈ ഇറങ്ങാനുള്ള ഓട് പോലത്തെ സാധനം അകത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്ത്രീ ഖുർആൻ ഉദാഹരണം ഈ ആയത്തിലേക്ക് മഹാനവർക്ക് പരിവർത്തനം ഉണ്ടായി. മൂപ്പര് അവിടെ എട്ട് ചാട്ടാണ് പുറത്ത്. പിന്നെ മൂപ്പര് മരുഭൂമിയിൽ കൊള്ളാർക്കില്ല. കൊള്ളക്കാർ അവിടെ വരുമ്പോൾ തൊഴിലിന്റെ കേന്ദ്രമാണെന്ന് പറയും. മൂപ്പര് ആരും വളരെ സുരക്ഷിതമായ നിലയ്ക്ക് താമസിച്ചോളി തൊഴിൽ അവർക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വലിയ ആബിദായിത്തീർന്നു. അല്ലാഹുവിന്റെ മഹാനാവുന്ന മഹാന്മാരാവുന്ന ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായി. അപ്പോൾ വിലായത്ത് രണ്ട് നിലക്ക് സമ്പാദിക്കാം, പക്ഷേ മുഖത്ത് ഞാൻ കഴിയില്ല. മുഖത്ത് അല്ലാഹു ഇബത്തായി തരുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റൊരു നബിയുടെ കൂടെ നബിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനി മറ്റൊരു നബിയുടെ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുള്ള ഈസാ നബി നബിയായിട്ടില്ല. ഈസാ നബി നബിയായിട്ട് ഇവിടെ വരിക. ഈസാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജറാൻ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു ഈസാ ഇറങ്ങി വരുന്നത് ഇന്ന ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ്. ഈസാ നബി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നബി ഇവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം ശക്തമത്താവുന്ന ഒരു ദഅവത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ളത്. നബിക്ക് ശേഷം മറ്റൊരു നബി ഉണ്ടാവേണ്ട ആവശ്യമില്ല. നബിക്ക് ശേഷം ഉണ്ടാവേണ്ടത് വളരെ ആ അമ്പിയാക്കന്മാരുമായി ശക്തമായ ബന്ധമുള്ള പണ്ഡിതന്മാരാണ്. എങ്ങനെ ഈ ശക്തമായ ബന്ധം ഉണ്ടാക്കി തീർക്കാന്നുള്ളതാണ്. ഏത് നുബുവത്ത് നമ്മൾ നബിമാരെ പറ്റി പരിശോധിച്ച് നോക്കിയാൽ ആ നുബുവത്തിന്റെ ഭാവത്തിന് അത് വിലായത്താണ്. നുബുവത്ത് പരിശോധിച്ച് നോക്കിയാൽ നുബുവത്തിന്റെ ഭാവത്തിന് അത് വിലായത്താണ്. അപ്പോൾ നമുക്ക് അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ സമ്പാദിക്കാൻ കഴിയില്ല, പക്ഷേ വിലായത്തിനെ സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ ഒരു പണ്ഡിതൻ അമ്പിയാക്കന്മാരിൽ നിന്ന് അവൻ സമ്പാദിക്കേണ്ടത് എന്താ? വിലായത്തിന്. എന്താ വിലായത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് എന്ന അവിശുദ്ധമായ സ്വഭാവങ്ങൾ ഒരു പണ്ഡിതനിൽ ഉണ്ടാവണം. അത് ഇസ്തിഖാമത്ത് ദർജത്തുൽ യുതിഖാ ഇല അകാബിർ. ഇസ്തിഖാമത്ത് പരമോന്നത സ്വഭാവമാണ്. അത് എല്ലാവർക്കും ഉണ്ടാക്കി തീർക്കാൻ കഴിയില്ല. അത് മഹാന്മാർക്ക് മാത്രമേ ഉണ്ടാക്കി തീർക്കാൻ കഴിയൂ. സർവ്വസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവ്വ അവാമിറുകൾ, അത് വാജിബായ അവാമിറുകൾ ഏതായാലും വഴിപ്പെടണം, സുന്നത്തായ കൽപ്പനകൾക്കും വഴിപ്പെടണം, ശർഈയാവുന്ന ആദാബുകൾക്ക് വഴിപ്പെടണം. അതായത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ മഹത്വങ്ങളാവുന്ന പൊങ്കഴിഞ്ഞ പണ്ഡിതന്മാർ കയ്യിൽ എപ്പോഴും മിസ്വാക്ക് ഉണ്ടാവും. മഹാനാവുന്ന ശേഖന സംശയമായി പറയില്ല. എപ്പോൾ മുത്താജിമീങ്ങൾ അവരെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടാകും നോക്കി അവർ തുണി എങ്ങനെ എടുത്തിട്ട് നോക്കി തന്നങ്കാലിന്റെ മേലെയാണോ താഴെയാണോ. അപ്പോൾ ശർഈയാവുന്ന ആദാബുകൾ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ നിലക്ക് ശർഈയാവുന്ന ആദാബുകളെ പരിഗണിക്കണം. അത് മാത്രം പോരാ. ഹറാമെന്ന് നോക്കിയാൽ മാത്രം പോരാ. ഹറാമെന്ന് നോക്കിക്കണം, അത് നിർബന്ധമാണ്. കറാഹത്ത് നോക്കിക്കണം, തെറ്റിലേക്ക് അതിന് വേണ്ടി എപ്പോഴും ശിക്ഷ വരുന്നില്ല. അതുകൊണ്ട് കറാഹത്ത് നോക്കിക്കണ്ടെന്നല്ല, കറാഹത്ത് നെയ്യ് ചെയ്യപ്പെട്ട അല്ലാഹു നിരോധിച്ചത്. ഖിലാഫുൽ ഔലിയിൽ നിന്ന് നോക്കിക്കണം. ഖിലാഫുൽ ഔലിയിൽ നിരോധിക്കപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഹറാമിൽ നിന്നും കറാഹത്തിൽ നിന്നും ഖിലാഫുൽ ഔലിയിൽ നിന്നും ഒക്കെ നോക്കിക്കണം. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഈ സ്വഭാവത്തിൽ മഹാന്മാരാവുന്നതായ മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാ സഹാബത്തിന്റെ ശേഷം സഹാബത്തിൽ നിന്ന് കിതാബ് പഠിച്ച മഹാന്മാരാവുന്ന താബിഈങ്ങൾ തുടങ്ങി മഹത്തുക്കളാവുന്ന മശായിഖന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവമാണ്. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. അതാണ് വത്തഖുല്ലാഹ വയഅലിമുക്കുമുല്ലാഹ്. തഖ്വയിൽ അധിഷ്ഠിതമാവണം. ആ തഖ്വനെ അടിസ്ഥാനമാക്കി കൊണ്ട് പഠിക്കണം, എന്നാലേ ഉണ്ടാവും. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു എല്ലാ ടെക്നോളജി പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ടെക്നോളജി തന്നെയാണ് ഇവിടെ നിന്ന് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗപ്പെടുത്തുന്നത്. അത് ശാസ്ത്രീയമാവുന്നതായ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ടെക്നോളജി ആദം നബിയുടെ മക്കളിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ ഉപയോഗിച്ചു. അവർ ആകാശം കൂടി പറഞ്ഞു, കപ്പൽ വാഹനജാല പറഞ്ഞു, സമുദ്രത്തിന് മേലെ നടന്നില്ലേ വാഹനജാല. അവർ പിന്നെ എല്ലാ ലോകത്തുള്ള സർവ്വ വിവരങ്ങൾ ശേഖരിക്കാനുള്ള പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ലേ. അത് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ എല്ലാവരോടും സംസാരിക്കാൻ നമ്മൾ ഫോൺ ഉപയോഗിച്ച് സംസാരിച്ചു. അവർ ലോകത്തുള്ളതെല്ലാം കാണാൻ അവർക്ക് കഴിഞ്ഞു. എങ്ങനെ കഴിഞ്ഞു? അവർ ഈ കണ്ണുകൊണ്ട് തന്നെ കണ്ടത്. പക്ഷേ ഈ കണ്ണ് നമ്മൾ കണ്ണുപോലുള്ള കണ്ണല്ല. അതിന് ചില പ്രത്യേകമാവുന്ന ആലാത്തുകൾ അവർ ഉപയോഗിച്ചു. അത് ഇലാഹിയാവുന്ന ആലാത്തുകളാണ്. ശാസ്ത്രജ്ഞന്മാർ ചില ആലാത്തുകളും ചില ടെക്നോളജി ഉപയോഗിക്കണം. അത് ഭൗതികമാവുന്ന ടെക്നോളജിയാണ്. കാലാവസ്ഥയെ പറ്റി ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കണം. അത് സംഭവിക്കാതിരിക്കും ചെയ്യാം. അല്ലാഹുവിന്റെ ഔലിയാവും പ്രവചിച്ചില്ലേ? റസൂൽ പറഞ്ഞില്ലേ അന്ന് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ശക്തമായ കാറ്റടിച്ച് വീശുന്ന പറഞ്ഞു. ഒരാൾ പുറത്തു പോയത് ഒട്ടകത്തിനെ പിടിച്ച് കെട്ടിയിട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയി നോക്കി. പുറത്തു നോക്കി കൊണ്ടുപോയി കാറ്റ് അദ്ദേഹത്തെ കൊണ്ടിട്ടു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ടെക്നോളജിയും മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ഒന്നുമില്ല. അതാണ് വഅല്ലമ ആദമ അസ്മാഅ. എല്ലാ ടെക്നോളജി പഠിപ്പിച്ചു. ഭൗതികമാവുന്ന ടെക്നോളജികൾ മുഴുവൻ പഠിപ്പിച്ചു. ആത്മീയമായി ആ ഭൗതികമാവുന്ന ടെക്നോളജികൾ ആത്മീയമായി ഉപയോഗിക്കേണ്ട ശൈലി അത് പഠിപ്പിച്ചു കൊടുത്തു. ആത്മീയമാവുന്നതായ മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പഠിപ്പിച്ചു. ആദം നബിയുടെ മക്കളിൽ നിന്ന് വിശ്വസിച്ചവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. വിശ്വസിച്ച ആളുകൾ അതിനെ ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജിനെ മുമ്പ് ഉപയോഗപ്പെടുത്തി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഉപയോഗപ്പെടുത്തി. അതിനെയാണ് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ അത് ഭൗതികമാവുന്നതായ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാത്രം. അപ്പോൾ ആ നിലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പഠിപ്പിച്ചാൽ അടിസ്ഥാനപരമായി തഖ്വയിൽ അധിഷ്ഠിതമായ നൽകി പഠിപ്പിക്കണം. എല്ലാം ഞാൻ വലിയ അപകടങ്ങൾ ചെയ്യും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്കുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ദർസിൽ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ മുമ്പ് സംവിധാനിച്ചിട്ടുള്ളത്. ആ സ്വഭാവത്തിൽ കൂടി ദർസുകളോട് നിലനിൽക്കണം. ഈ ദർസിന്റെ അതേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളോട് നിലനിൽക്കണം. നല്ല ദീനോടെ നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം.